ചെന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഹിന്ദി ഒന്നും പഠിപ്പിക്കരുത്. അപ്പൊ നമുക്ക് പാസ്സാവണ്ടേ? അപ്പൊ ഞാനൊരു എക്സാം ആയതുകൊണ്ട് ഒരു ഗ്യാപ്പ് വെച്ചതാണ്. ഋതു ക്ലാസ് ഒക്കെ വിട്ട് വന്ന ശേഷം എന്താ പരിപാടി? ക്യാമറ റോളിംഗ്, ആക്ഷൻ. ഹലോ ഹായ് നമസ്കാരം. യു വാച്ചിങ് ആർട്ട് സ്റ്റാർ മീഡിയ ആൻഡ് ഇറ്റ്സ് മീ സേതു. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്ന ഗസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയൊരു ഗായകനാണ്. യെസ്, ലോകമെമ്പാടും അല്ലെങ്കിൽ കേരള മലയാളികൾ സ്നേഹത്തോടെ റിച്ചുട്ട എന്ന് വിളിക്കുന്ന നമ്മുടെ ടോപ്പ് സിംഗറിലെ ഋതുരാജാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ലെറ്റ്സ് വെൽക്കം ഋതുരാജ്. ഹലോ ഋതു, വെൽക്കം ദ ഷോ. ഹലോ, സുഖമാണോ? എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് പറ. പുതിയ വിശേഷങ്ങൾ അടിപൊളിയാണ്. ഇന്നലെ പരിപാടി പ്രോഗ്രാം ഉണ്ടായിരുന്നു അല്ലേ? എവിടെയായിരുന്നു? ഇന്നലെ ഒന്ന് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലുണ്ടായിരുന്നു, പിന്നെ ഒന്ന് നമ്മുടെ ഒരു സവാക്ക് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം. എങ്ങനെയായിരുന്നു പ്രോഗ്രാംസ് ഒക്കെ? പ്രോഗ്രാം ഒക്കെ അടിപൊളിയായിരുന്നു. എത്ര മണിക്ക് അത്യാവശ്യം ഉണ്ടായിരുന്നോ? രണ്ടെണ്ണം ഇന്നലെ ആയതുകൊണ്ട് ഇന്നലെ വൈകുന്നേരം ലിറ്റിൽ ഫ്ലവേഴ്സിൻ്റെയും രാത്രി സവാക്കിൻ്റെയും പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ രാത്രി 12 മണിയായപ്പോൾ ഇവിടെ എത്തി. കിടന്നുറങ്ങിയത് 12 മണിക്കാണ്. ഓ, ഋതു പാട്ടൊക്കെ പാടി തുടങ്ങുന്ന സമയത്തേ ഗാനമേളയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അടുത്ത പാട്ട് പാടാൻ പോകുന്ന ഋതു ആണ് എന്ന് പറഞ്ഞിട്ട് ഋതു ഇങ്ങനെ സ്റ്റേജിലേക്ക് എൻ്റർ ചെയ്യില്ലേ? അപ്പോൾ ഓഡിയൻസ് എന്തായിരിക്കും ആ ഒരു എങ്ങനെയാ? ക്ലാപ്പിംഗ് ആണോ? ഓഡിയൻസ് ക്ലാപ്പിംഗ്, നല്ല രീതിയിൽ ക്ലാപ്പ് ഉണ്ടാവുമോ? അതൊക്കെ അവരുടെ ഇഷ്ടം. ആണോ? ഞാൻ കുറേ ഋതുവിൻ്റെ കുറേ വീഡിയോസ് കണ്ട് കുറേ കമൻസ്, കുറേ ആൻറ്റിമാരും ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ കുറേ പേര് കമൻസ് ഇട്ടേക്കുവാണ്. ഋതുവിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹം, ഭയങ്കര സ്നേഹമുണ്ട് എല്ലാവർക്കും കാണാൻ. നിനക്ക് അതെന്താ അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അവര് എൻ്റെ പാട്ടുകൾ കേൾക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പോൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നത്? ഇപ്പോൾ ഞാൻ 6ാം ക്ലാസ്സിൽ. എങ്ങനെ സ്കൂളിൽ കാര്യങ്ങളൊക്കെ എങ്ങനെ പോകുന്നു? ടീച്ചർമാരൊക്കെ എന്ത് പറയണു? ടീച്ചർമാരൊക്കെ നല്ല സപ്പോർട്ടാണ്. എങ്ങനെ നോർമലി മുടി ജലദോഷം ഇന്നലെ പറ്റിയതാണ്, സംശയമുണ്ട്. പക്ഷേ ഇന്നലെ നൈറ്റിന് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോഴോ? നൈറ്റ് പരിപാടി വെച്ചിട്ടാ? അതുകൊണ്ടായിരിക്കില്ല. ഇപ്പോൾ ഋതു കൂടുതലും ഹിന്ദി സോങ്സ് ഒക്കെ അത്യാവശ്യം പാടുന്നല്ലേ? ടോപ്പ് സിംഗറിലൊക്കെ ഹിന്ദി സോങ്സ്? ടോപ്പ് സിംഗറിൽ മലയാളം, ഹിന്ദി ഷോയിൽ ഹിന്ദി പാട്ടുകൾ മറ്റേ. ഓക്കെ. അതിലിപ്പോൾ എന്തായാലും ഫസ്റ്റായിട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു അടിപൊളി മെലഡിയോ ഋതുവിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഹിന്ദി സോങ് ഒന്ന് പാടിയിട്ട് നമുക്ക് ചാനലിൽ പോവാം. ഓക്കെ? ചേട്ടനൊരു സോങ് പാടുന്നില്ലായിരുന്നു എനിക്ക്? മറ്റേ പല്ലവി സോങ് ഏതാ? ഒരു രാത്രി കൂടെ ഇവിടെ വാങ്ങായി. സെറ്റ്. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വീഴവേ, പതിയെ പറന്നെന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. ഒരു രാത്രി കൂടി വിടവാങ്ങവേ, ഒരു പാട്ടുമൂളി വീഴവേ. പൊളി. ഋതു, ഇപ്പോൾ ഒരു പാട്ടൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്താ ചെയ്യാം? ആദ്യം നോർമൽ ആൾക്കാർ ചില പാട്ട് എഴുതി പഠിക്കാറുണ്ട്. കൂടുതൽ എങ്ങനെ മോൻ എങ്ങനെ കംഫർട്ട് എങ്ങനെയാ? ഞാൻ പാട്ട് എഴുതും ചെയ്യും, പാട്ട് കേട്ട് പഠിക്കുകയും ചെയ്യും. കൂടുതലും കേട്ട് പഠിക്കുകയാണ് ചെയ്യാം. അപ്പോൾ വീട്ടിലൊക്കെ അല്ലാണ്ട് വേറെ സ്ഥലത്ത് നിൽക്കുകയാണെങ്കിൽ ഞാൻ എഴുതി പഠിക്കും, ഇല്ലെങ്കിൽ സാധാരണ കേട്ട് പഠിക്കും. ഈ ഇടയിൽ ഈ സംഗതിയൊക്കെ ഉണ്ടല്ലോ, കുറേ ഇങ്ങനെ സംഭവം ഉണ്ടല്ലോ, ആ സാധനം അതൊക്കെ എങ്ങനെയാണ് നിനക്ക് വരുന്നത്? ഓട്ടോമാറ്റിക്കലി വരുന്നതാണോ? പ്രാക്ടീസ് ചെയ്യുന്നതാണോ? ഓട്ടോമാറ്റിക് വരും? അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ. വീട്ടിൽ എങ്ങനെ ആരെങ്കിലും പാടും? അച്ഛൻ പാടുമോ? ആരെങ്കിലും പാടും? അച്ഛൻ പാടും, അച്ഛമ്മ പാടും, ചേച്ചി പാടും. അമ്മയ്ക്ക് പാട്ടിനോട് താല്പര്യമുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്, അത് ആസ്വദിക്കും. ഓക്കെ. ഞാൻ കേട്ട സംഭവം ടോപ്പ് സിംഗറിൽ പോയിട്ട് ഏതോ ബീച്ചിൽ പോയ എന്തോ ഒരു കഥ കേട്ടല്ലോ, അതെന്തായിരുന്നു? അത് ഞങ്ങളുടെ ലക്ഷ്യം. എന്തായിരുന്നു അത്? ചേച്ചിയുടെ ലക്ഷ്യം. ചേച്ചിയുടെ? അപ്പൊ നമ്മുടെ അല്ല, എൻ്റെ ചേച്ചിയുടെ ലക്ഷ്യം. എങ്ങനെയായിരുന്നു? അതിനെ കുറിച്ച് പറ, കേക്കട്ടെ. അതായത്
ശരിക്കും അറിയാത്തൊരു കാര്യം കൂടെ ഉണ്ട് അതിൽ. പറയേ. അതായത് ഞങ്ങൾ എൻ്റെ ഈ വീട്ടിലല്ല, പഴയ വീട്ടിലായിരുന്നു. അതായത് ഞങ്ങളിങ്ങനെ അച്ഛനും അച്ഛമ്മയും അമ്മയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, ചെയറിലിരിക്കുന്നുണ്ട്. ഞങ്ങളിങ്ങനെ ഇരിക്കുക, നിലത്തിരിക്കുമ്പോൾ ടി വി കണ്ട്. അപ്പോൾ ചേച്ചി അച്ഛനോട് പറഞ്ഞ് ശ്രമിച്ചു നോക്കാന്ന്. ശരി ശരി. എന്നിട്ട് വാശിടിക്കും. ഞാൻ ചേച്ചിനോട് പറയുന്നുണ്ട് എന്തിനാ അതിന് വേണ്ട കേട്ടോ പറയുന്നുണ്ട്. അപ്പം ചേച്ചീനോട് കഴിഞ്ഞ് മറ്റേ പ്രൊമോഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഞാൻ റൂമിൽ പോയപ്പോൾ ചേച്ചി എന്നോട് മെല്ലെ പറയാണ്, അതായത് എന്താ പറയുക, നമുക്ക് പറ്റുകയാണെങ്കിലല്ലേ പരിപാടിക്ക് പോയിട്ട് അവർ ബീച്ചിൽ പോകാം. ബീച്ചായിരുന്നു ഉദ്ദേശം. ഈ പ്രോഗ്രാമിനൊന്നും ഞാൻ ചേരില്ലായിരുന്നു. അപ്പൊ അത് കേട്ടപ്പോൾ മനസ്സിലൊരു ഉന്മേഷം കയറിയതാ. ബീച്ച് കാണാൻ വേണ്ടി ഉന്മേഷം അല്ല, ബീച്ച് വെള്ളത്തിൽ കളിക്കാൻ ഉന്മേഷം. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വെച്ചാൽ നല്ല ഡ്രസ്സ് ഇട്ട്, ആദ്യം ഓഡീഷന് വേണ്ടി നല്ല ഡ്രസ്സ് ഇട്ട്, പിന്നെ ഞാൻ സാധാരണ വീട്ടിലുള്ള ഡ്രസ്സ് ഞാൻ കവറിൽ പാക്ക് ചെയ്തിട്ട് വണ്ടിയുടെ ഡിക്കി കൊണ്ടുവച്ച്. അപ്പോൾ ഓഡീഷനിൽ പോകുന്നതിനെക്കാളും ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ളത് ബീച്ചിൽ പോകാൻ വേണ്ടിയായിരുന്നു അല്ലേ? പക്ഷെ ആരും അറിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ എപ്പോഴാ അറിഞ്ഞ്? പിന്നെ ഞങ്ങൾ അച്ഛനോട് പറഞ്ഞു, അച്ഛനോടും അമ്മനോടും പറഞ്ഞു. എന്താ പറഞ്ഞേ? സമ്മതിച്ച്. അത് പറഞ്ഞ് നല്ലപോലെ പാടുകയാണെങ്കിൽ ബീച്ചിൽ പോകുന്ന പറഞ്ഞു. അത് ടോപ്പ് സിംഗറിലെ അല്ല ഓഡീഷൻ ആയിരുന്നില്ലേ? ആ സമയത്ത് ഓഡീഷൻ ചെയ്ത പാട്ട് ഓർക്കാൻ പറ്റുന്നുണ്ടോ? കുറെ ആയില്ല. അപ്പൊ 5 വയസ്സുള്ള സമയത്തല്ലേ ആ ടോപ്പ് സിംഗറിൽ പോയേ അല്ലേ? ഏതെങ്കിലും ഒരു 7 വർഷം ഏജ് എണ്ണിക്കൊണ്ടിരിക്കുകയാണോ? 7 വർഷം മുമ്പേ. ഏതെങ്കിലും ടോപ്പ് സിംഗറിൽ പാട്ടിയ ഇപ്പോൾ ഓഡിയൻസ് ആണെങ്കിലും നല്ല രീതിയിൽ ക്ലാപ്പ് ചെയ്തൊരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി? അത് ഓഡീഷനിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഓൾറെഡി എഴുതി കൊടുത്തിട്ടുണ്ട് ഹിന്ദി, തമിഴ്, പിന്നെ മലയാളം. അപ്പൊ ഞാൻ ആദ്യം ചെന്ന് പറഞ്ഞു എന്നെ കൊണ്ട് ഹിന്ദി ഒന്നും പഠിപ്പിക്കരുത്, ഞാൻ വേണമെങ്കിൽ മലയാളം പാടിത്തരാന്ന് പറഞ്ഞാൽ ഞാൻ കയറി പോന്നെ. അപ്പൊ അന്നപ്പോ പാടിയ പാട്ടാണ് ഹേമന്തമിന്ന് കൈക്കുമ്പിളി. അതാ പാടിയ. അത് ഓഡിഷനിലും പാടിയിട്ടുണ്ട്, പക്ഷെ സെലക്ട് ആവുന്നതിന്റെ ഓഡിഷനിൽ പാടിയിട്ടുണ്ട്. ഈ പാടുന്ന പാടി. അതെ. കിളിപാടുന്ന പാട്ടിൻ്റെ കാതിൽ കളിയോതുന്നു നിൻവാക്കു പോലെ അതിലോലം അനുരാഗം തേന്മാരിയ. പൊന്നു മോനെ, ഇപ്പോൾ ഈ പാട്ട് പാടിയപ്പോഴേ വോയിസ് ഒരു രക്ഷയില്ല കേട്ടോ. ഈ വോയിസിന് എന്തെങ്കിലും ചെയ്യണ്ടോ? വോയിസിന് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പാട്ട് പാടിയിട്ട് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളിപ്പോൾ നമ്മുടെ ചിത്രേച്ചി പറയുന്നില്ലേ, ഇപ്പോൾ ചൂടുവെള്ളം കുടിക്കുള്ളൂ, ഐസ്ക്രീം ആണെങ്കിൽ കുറച്ച് ചൂടാക്കിയിട്ടാണ് കഴിക്കുന്നത്, അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ? ഇതില്ല എനിക്ക്. ഒന്നുമില്ല. എന്ത് വേണേൽ കഴിക്കും. ഞാൻ പ്രോഗ്രാമിന് മുന്നേ ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. പ്രോഗ്രാം ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഐസ്ക്രീം കഴിച്ചിട്ടുണ്ട്. ആണോ? ഇപ്പോൾ കുറച്ച് കുറഞ്ഞു അല്ലേ? ഇപ്പം ഐസ്ക്രീം ഞാൻ അങ്ങനെ കഴിക്കാറില്ല. ഇഷ്ടം ഇല്ലാത്തോണ്ടാണോ അതോ പാട്ടിന് വേണ്ടി? തൊണ്ടയ്ക്ക് പ്രശ്നമായിട്ടൊന്നുമല്ല. എനിക്ക് ഈ ഐസ്ക്രീം, കേക്ക്, മധുരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊന്നും എനിക്ക് അത്ര പിടിക്കില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടം എരിവ്, എന്താ പറയാ, എരിവ്, മറ്റേ പുളി, ഉപ്പുള്ള സാധനങ്ങളൊക്കെ അന്ന് എനിക്ക് ഇഷ്ടമാണ്. അല്ല, മധുരത്തിനോട് എനിക്ക് അത്ര താല്പര്യമില്ല, കൂട്ടത്തിലല്ല. അങ്ങനെ മാച്ചാവൂല ഞാനും മധുരവും തമ്മിൽ. ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റിത്തുവിന് ഏറ്റവും മോസ്റ്റ് ഫുഡ് ചോദിച്ചാൽ എന്താ പറയാ? ആലോചിക്കണോ? അറിഞ്ഞൂടാ. അപ്പോൾ എല്ലാം കഴിക്കും. ഇഷ്ടമല്ലാത്ത ഫുഡ് എന്താ? ഒരു ഫുഡ് കൊണ്ട് വന്നു, ഇതാണോ? കേക്ക്. കേക്ക് ഇഷ്ടമല്ല? കേക്ക് ഇഷ്ടമല്ല. അതെന്താ? ക്രീം ആയതുകൊണ്ടാണോ? ഞാൻ എൻ്റെ സ്വന്തം ബർത്ത്ഡേക്ക് പോലും കേക്ക് കഴിക്കാറില്ല. ഓക്കെ, സെറ്റ്. അടുത്തേ വേറൊരു കാര്യം ചോദിക്കാൻ പോകണേ. ഇങ്ങോട്ട് നോക്കടാ. ഇപ്പോൾ ഋതു ക്ലാസ്സൊക്കെ വിട്ട് വന്ന ശേഷം എന്താ പരിപാടി?
ക്ലാസ് വിട്ട് വന്ന പരിപാടി വീടിനെ തല കുത്തനെയാക്കും. അത് സംഭവം ഒന്ന് കാണിച്ചു എന്നെ എക്സ്പ്ലെയിൻ ചെയ്തേ. എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ കയറി വരും, ടൈ അവിടെ കൊണ്ടിടും. ഇതുണ്ട് ഇപ്പോൾ ഇവിടെ മൊത്തം ക്ലീൻ ആയിട്ടല്ലേ ഇരിക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് ഞാൻ സ്കൂൾ വിട്ട് വരികയാണെങ്കിൽ ഇവിടെ ടൈ ഇവിടെ ഉണ്ടാവും, സോക്സ് അവിടെ ഉണ്ടാവും. ഓക്കെ. മുകളിൽ ചെന്നാൽ അലമാര വാരി വലിച്ചിടും. പിന്നെ ഡ്രസ്സൊക്കെ ഊരി മാറ്റി വരും. പിന്നെ എന്താ ചെയ്യുക, വെറുതെ ഇന്ന് സോഫയിൽ ഇങ്ങനെ മരന്ന് കിടക്കും, അവിടെ ചാടി കളിക്കും, പിന്നെ TV കാണും. അതേ ഉള്ളൂ. വീട് മൊത്തം തല തിരിച്ചേക്കും. അത്രേ ഉള്ളൂ. അപ്പോൾ അച്ഛൻ ഒന്നും പറയില്ല, ഇങ്ങനെ തല തിരിച്ചു വയ്ക്കുമ്പോൾ അച്ഛൻ ഒന്നും പറയാറില്ലേ? അച്ഛൻ ഇവിടെ സാധാരണ അങ്ങനെ ഉണ്ടാവാറില്ല. ജോലിക്ക് പോയിട്ടുണ്ടാവോ? ജോലി അല്ല, എനിക്ക് റെക്കോർഡിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അവിടെ ചെറിയ വർക്കൊക്കെ ആയിട്ട് അവിടെ പോവും. പിന്നെ ചെറിയ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ഇതിപ്പോൾ എന്തെങ്കിലും പ്രോഗ്രാംസ് വരുന്ന സമയത്തേ ചില സോങ്സ് പഠിക്കേണ്ടതുണ്ടാവും അല്ലേ? അപ്പോൾ ഈ പഠിത്തവും അതും കൂടി എങ്ങനെ നീ മാനേജ് ചെയ്യുന്നത്? ഞാനൊന്നും പഠിക്കാറില്ല. ഒന്നും പഠിക്കാറില്ലേ? അപ്പോൾ ഇങ്ങനെ പാസ്സാകണ്ടേ? പഠിക്കാറുണ്ട്, വല്ല ഹോംവർക്കൊക്കെ തന്നെ പഠിക്കും, അല്ലാതെ പഠിക്കാറില്ല. അപ്പോൾ നമുക്ക് പാസ്സാവണ്ടേ? ഇപ്പം ഞാനൊരു എക്സാം ആയതുകൊണ്ട് ഒരു ഗ്യാപ്പ് വെച്ചതാണ്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ കൂടുതൽ ടിവിൻ്റെ കാര്യം അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ അല്ലാണ്ട് മൊബൈൽ സാധനങ്ങളൊക്കെ ഒന്ന് ഗ്യാപ്പ് വെച്ചിട്ടുണ്ട്. ആണോ? അപ്പോൾ ഓക്കെ, നമ്മൾ ഇപ്പോൾ സ്കൂളിൽ എങ്ങനെയാണ് സപ്പോർട്ട് ടീച്ചർമാരും കുട്ടികളും പാട്ട് പാടുന്നതിൽ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ടീച്ചർ പറയുമോ? എന്താ പറയുക? ടീച്ചറൊക്കെ പറയും. ടീച്ചർ മെയിനായിട്ട് പറയുന്നത് പാട്ടിൻ്റെ കൂടെ പഠിത്തം വേണമെന്നാണ്. ഓക്കെ. എന്താ പറയുക പാട്ടിനെ കുറിച്ചാണ്? എന്താ പറയുക? പ്രോഗ്രാംസ് കണ്ടിരുന്നു ഇന്നവിടെ അങ്ങനെ ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇറങ്ങുന്നുണ്ടല്ലോ, ഇപ്പോഴല്ലേ ഇറങ്ങുന്നേ. അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ നാളെ ഞാൻ സ്കൂളിൽ ചെല്ലുമ്പോൾ എന്നോട് ചോദിക്കും, ഞാൻ നിൻ്റെ ഇൻ്റർവ്യൂ കണ്ടിരുന്നു എന്ന് പറയും. ഓ, അങ്ങനെ പറയാറുണ്ടല്ലേ? ഓക്കെ. അപ്പോൾ ഋതു, നമ്മുടെ ഇപ്പോഴത്തെ പാട്ട് ടീച്ചർ ആരാണ് അപ്പോൾ പാട്ട് പഠിപ്പിക്കുന്നത്? പാട്ട് പഠിപ്പിക്കുന്ന ഒരു സാർ, പിന്നെ രമേശ് നാരായണൻ സാറും ഉണ്ട്, പിന്നെ രമ്യ എന്ന് പറഞ്ഞൊരു ടീച്ചറുണ്ട്. രമ്യ ടീച്ചർ ഇവിടെ അടുത്ത് തന്നെയാണ്. രമേശ് നാരായണൻ സാറ് ട്രിവാൻഡ്രത്ത് ആയതുകൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് തന്നെ നേരിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് രമ്യ ടീച്ചറുണ്ട്. ഓക്കെ. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ്? ഇവിടെ അടുത്തല്ല, പക്ഷെ ഏകദേശം എൻ്റെ കോഴിക്കോട് ഭാഗത്ത്. ഓക്കെ തന്നെ. അപ്പോൾ എപ്പോഴാണ് ക്ലാസ്സൊക്കെ പോകുന്നത്? ക്ലാസ് എല്ലാ വെനസ്ഡേയും. എല്ലാ ആഴ്ചയും പോകും? ഓക്കെ. എല്ലാ വെനസ്ഡേയും പോകും. നേരിട്ടുണ്ട്, ഓൺലൈനായിട്ടുണ്ട്. അപ്പോൾ നിനക്ക് ഫ്രീ ആവുന്ന സമയത്ത് ഞങ്ങൾ നേരിട്ട്. നിനക്കുറിച്ച് കൂടുതൽ ഇഷ്ടം എന്താ? ഓൺലൈനാണോ നേരിട്ട് പോയി പഠിക്കുന്നതാണോ ഇഷ്ടം? ഓൺലൈൻ ആയിരിക്കും. പക്ഷെ കുറച്ച് കൂടുതൽ ഓൺലൈൻ ആയിരിക്കുമല്ലോ. സത്യം പറയുകയാണെങ്കിൽ എന്താ നേരിട്ടാണ്. ഓക്കെ. ഇപ്പോൾ ഇപ്പോൾ ടോപ്പ് സിംഗറിലൊക്കെ പാടി ഇങ്ങനെ തിളങ്ങി നിൽക്കുമല്ലേ? നിൽക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ പുറമേയൊക്കെ പോകുമല്ലോ, അച്ഛൻ്റെ കൂടെ അമ്മയോടെ ഒക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ അടുത്ത് വന്ന് സംസാരിക്കുമ്പോൾ ഓഫ് കോഴ്സ് ഹാപ്പി ആയിരിക്കും. അപ്പോൾ എന്താണ് ആ സമയത്ത് ഫീൽ ആവുന്നത്? എന്തെങ്കിലും ഒന്നും അറിയില്ല? എനിക്ക് പറയാനൊന്നും അറിഞ്ഞൂടാ, പക്ഷെ ഭയങ്കര ഹാപ്പി ആയിരിക്കും, സന്തോഷമായിരിക്കും. അതായത് നേരിട്ട് കാണാത്ത ഒരാളെ നേരിട്ട് കാണുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ. അതേപോലെ യൂട്യൂബിലൊക്കെ കുറേ കമൻസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ നോക്കാറുണ്ടോ? വായിച്ച് നോക്കാറുണ്ടോ? ഞാനല്ല, അതൊക്കെ എൻ്റെ അച്ഛൻ ചേച്ചി രണ്ടുപേരാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അടുത്തൊരു പാട്ട് പാടുന്ന സമയം ആയിരിക്കുകയാണ്. അപ്പോൾ ഒരു നല്ലൊരു എനിക്കിഷ്ടമുള്ള പാട്ട് ഏതെങ്കിലും ഒരു പാട്ട്. ഹിന്ദി ആണോ മലയാളം ആണോ? ഹിന്ദി പഠിക്കോ? और इस दिल में क्या रखा है, और इस दिल में क्या रखा है, तेरा ही दर्द छुपा रखा है, तेरा ही दर्द छुपा रखा है, चीर के देखे दिल मेरा तो, चीर के देखे दिल मेरा तो, तेरा ही नाम लिखा रखा है, तेरा ही नाम लिखा रखा है, और इस दिल में क्या रखा है, तेरा ही दर्द छुपा रखा है, तेरा ही दर्द छुपा रखा है. ഒരു രക്ഷയില്ലടാ.
ഓക്കെ, പിന്നെ നമ്മുടെ ഈ റിയാലിറ്റി ഷോയിൽ ഞാൻ ശ്രദ്ധിച്ചൊരു സംഭവം ഉണ്ടറിയാം, കൂടുതലും ഗിരീഷ് പുത്തഞ്ചേരി സാറിൻ്റെ പാട്ടാണ് കൂടുതലും പാടിക്കുന്നത് തോന്നുന്നു, ശരിയാണോ? ആണ്. അതിൻ്റെ എന്തെങ്കിലും കാരണം കുറച്ച് കൂടുതൽ ആണല്ലേ? എന്താ കാരണം? എന്താ ഇഷ്ടം കൊണ്ടാണോ അതോ വേറെ എന്തെങ്കിലും ബന്ധമുണ്ടോ? എങ്ങനെ ബന്ധം? അപ്പോൾ അത് ഒരു ചെറിയ വലിയ ബന്ധം. ഓക്കെ. ഇപ്പോൾ നമ്മുടെ കുറേ റിയാലിറ്റി ഷോസ് ചെയ്തിട്ടുണ്ടല്ലോ, 1-2 ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? അതിൽ കുറേ ജഡ്ജ് ടോപ്പ് സിംഗറും മറ്റേ ഹിന്ദി. അപ്പോൾ കുറേ ജഡ്ജസ്മാർ കുറേ ഉപദേശങ്ങളോ അല്ലെങ്കിൽ ഋതുവിൻ്റെ പോസിറ്റീവ്സൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഋതുവിൻ്റെ മനസ്സിലിപ്പോൾ ഇപ്പോഴും ആ പറഞ്ഞ ഒരു കാര്യം മനസ്സിലിപ്പോഴും ഓർത്തെടുക്കാൻ പറയുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും? ഋതുവിൻ്റെ പോസിറ്റീവ് ഒന്നും മനസ്സിലായില്ല അല്ലേ? അതായത് ഋതുവിൻ്റെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, ആരെങ്കിലും പറഞ്ഞ കാര്യങ്ങൾ ഋതുവിന് ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോയെന്ന്. ഋതുവിൻ്റെ വോയിസ് അങ്ങനെ പോസിറ്റീവ് കുറവാണ്. പോയി പാടി അടിച്ചു പൊളിക്കാന്നാണ് പറയാറ്, അല്ലാതെ എല്ലാവരും. ആണോ? ഇപ്പോൾ ടോപ്പ് സിംഗറിൽ അടിപൊളി റിവ്യൂ വന്ന പാട്ട് ഏതാ? അടിപൊളി റിവ്യൂ അന്ന് വെച്ചാൽ കുറച്ച് പാട്ടുകൾക്ക് അങ്ങനെ നല്ല റിവ്യൂ തയ്ക്കും, ചില പാട്ടിന് നമ്മുടെ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവില്ലേ, അങ്ങനത്തെ റിവ്യൂ ആയിരിക്കും. അത് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ എന്താ പറയാൻ. നല്ല റിവ്യൂകൾ എന്ന് പറയാൻ അങ്ങനെ പറയാനില്ല. ഇപ്പോൾ ഋതുവിന് പഠിത്തം മാറ്റി വയ്ക്കുകയാണെങ്കിൽ മ്യൂസിക് മാറ്റി വയ്ക്കുകയാണെങ്കിൽ ഋതുവിന് ഇഷ്ടമുള്ള പ്രൊഫഷൻ എന്താ? മ്യൂസിക് അല്ലാണ്ട് എനിക്ക് മ്യൂസിക് അല്ലാതെ എനിക്ക് ഇഷ്ടമുള്ളത് ഡ്രോയിങ് ഇഷ്ടമാണ്. പിന്നെ അങ്ങനെയൊന്നുമില്ല, ചെറുതായിട്ട് സാധാരണ വീട് മരം അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വീട് മരം വീട് മരം പിന്നെ മറ്റേ വീട്ടിൽ ജനല് വാതില് കുറച്ച് വരയ്ക്കാൻ ഇപ്പൊ പഠിച്ചു വരുന്നുണ്ടല്ലോ, അങ്ങനെ നന്നായിട്ട് വരയ്ക്കാം. പക്ഷെ നിങ്ങൾക്ക് ഇഷ്ടമാണല്ലേ, വരയ്ക്കാൻ ഇഷ്ടമാണല്ലേ? പിന്നെ കുറെ കഴിയുമ്പോൾ സെറ്റ് ആയിക്കോളും. കൂടാതെ വേറെ എന്തൊക്കെയാ? കൂടാതെ ഇപ്പൊ സ്പോർട്സുകളുണ്ട്, സ്കേറ്റിംഗ് ചെയ്യും, പിന്നെ ഫുട്ബോൾ കളിക്കും. അപ്പോൾ എല്ലാം ഉണ്ടപ്പോൾ? എല്ലാം ഉണ്ടെന്നല്ലേ, ഇത് 3 മെയിനായിട്ട് ഞാൻ ചെയ്യാറ്. ഓക്കെ. ഈ ഞാൻ വന്നപ്പോൾ നോക്കിയ ഒരു ഫോട്ടോയാ, വരച്ചത് ലാലങ്കൾ അറിയോ നിനക്ക്? ഞാൻ കണ്ടിട്ടില്ല, പക്ഷെ ഒരു ദിവസം സംസാരിച്ചു. അപ്പോൾ എൻ്റെ ബർത്ത്ഡേക്ക് വരച്ചതായിരുന്നത്, പക്ഷെ കഴിഞ്ഞ മാസത്താണ് എനിക്ക് കിട്ടിയത്. സെപ്റ്റംബർ 16 ബർത്ത്ഡേ. ഋതുവിൻ്റെ ബർത്ത്ഡേക്ക് കുറേ പേര് ഗിഫ്റ്റ് തന്നിട്ടുണ്ടാവുമല്ലോ, അപ്പോൾ അതിൽ എപ്പോഴും ഓർത്ത് വെക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് ആര് തന്ന അങ്ങനെ ഓർമ്മ? ബർത്ത്ഡേ അല്ലാണ്ടും കുറേ ഗിഫ്റ്റുകൾ തന്നിട്ടുണ്ട്. പെട്ടെന്ന് ഒന്ന് എൻ്റെ ആദ്യത്തെ സ്കൂളിലുണ്ടായിരുന്നു, എൻ്റെ ഇവിടുത്തെ സ്കൂളിൽ അവരെനിക്കൊരു തബല തന്നു. പിന്നെ ഒരു ചേട്ടനോ ചേച്ചിയോ മാമനോ മാമിയേറ്റ എനിക്കൊരു കീബോർഡ് തന്നു. ഇപ്പൊ ഞാൻ കീബോർഡ് പഠിക്കുന്നുണ്ട്. ഇപ്പൊ നീ പറഞ്ഞില്ലല്ലോ കീബോർഡ് പഠിക്കുന്നുള്ള കാര്യം. തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്റെ പൊന്നോ, തുടങ്ങിയ സെറ്റ് ആവോ? സെറ്റ് ഇങ്ങനെ പാട്ടൊന്നും വായിക്കാനുള്ള അത്രയും ആയിട്ടില്ല. ഓക്കെ, നമുക്ക് ഇനി സമയമുണ്ട്, ഇനിയും കുറച്ചും കൂടെ പഠിക്കാനുണ്ട്. ശരി, പോട്ടെ. അടുത്ത് വേറെ എന്തൊക്കെയാ വാങ്ങി? പിന്നെ നമ്മുടെ ഔസപ്പച്ചൻ സാർ എനിക്കൊരു വയലിൻ തന്നു. എന്റെ മോനെ, നിനക്ക് ആദ്യത്തെ ഗിഫ്റ്റ്, ഏറ്റവും ശരിക്കും പറഞ്ഞാൽ ഓർമ്മിച്ചേക്കാൻ പറ്റിയ ഗിഫ്റ്റ് അതാണ് ആദ്യത്തെ. പിന്നെയാണ് എനിക്ക് പിന്നൊരു സൗദിയിലുള്ള ആശാൻറ്റി എൻ്റെ ബർത്ത്ഡേക്ക് അത് കഴിഞ്ഞിട്ടോ എനിക്ക് ഒരു ജീപ്പ് തന്നു. പിന്നെ അതിനുശേഷം എനിക്കൊരു ബൈക്ക് തന്നു, അതായത് സാധാരണ ഓടിക്കുന്നത്, വലിയ ബൈക്കല്ല, ചെറിയ ബൈക്ക്. ഓടിക്കുന്ന ബൈക്ക് തന്നു. പിന്നെ എനിക്ക് ഈ എല്ലാ ടിവിയും എല്ലാ കാര്യങ്ങളൊക്കെ. പിന്നെ എൻ്റെ എല്ലാ ഫാൻസ് എല്ലാവരും കൂടെ കൂടിയിട്ട് എനിക്കൊരു കാറ് തന്നു. പുറത്തുള്ള കാർ തന്നെ. അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റ്, അതാണ് കാറ്. ശരിക്കത്തെ കാറ്, ചെറിയ കാറല്ല, ശരിക്കത്തെ കാറ്. പിന്നെ ഈ ടിവിയും എല്ലാ കാര്യങ്ങളൊക്കെ മറ്റേ ഞാൻ പറഞ്ഞ ആശാൻറ്റി കാറ് തന്ന ബൈക്കൊക്കെ തന്നെ. പൊളി മോനെ, ഒരു രക്ഷയില്ല. കേട്ടിങ്ങനെ അന്തം വിട്ട് എന്തോ പറയുമല്ലോ, അതന്നെ ആ അവസ്ഥയായി. അടിപൊളി. എനിക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പറഞ്ഞത് ഔസേപ്പച്ചൻ
തന്നതും പിന്നെ ഈ വാഹനം കാണൊക്കെ നല്ല സ്നേഹം എല്ലാവർക്കും അല്ലേ? അങ്ങനെ പോട്ടെ ലൈഫിലോ. ഇപ്പോഴും എനിക്ക് സപ്പോർട്ട് തരാറുണ്ട്. അതാണ്. അപ്പൊ റിച്ചു അല്ലേ? യെസ്. മാറില്ല. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഋതു എന്ന് വിളിക്കാൻ കൂടുതൽ ഇഷ്ടം. എനിക്ക് ഇഷ്ടം അതുകൊണ്ട് ഋതു എന്ന് വിളിക്കാൻ വരുന്നതെന്ന് മനസ്സിലായോ? ഓക്കെ ഓക്കെ. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ മിസ് ചെയ്തു. ഇതൊക്കെ കണ്ടില്ലേ ഈ ഫോട്ടോസൊക്കെ? ഇത് ഞാൻ ചോദിച്ചു, ഗിഫ്റ്റ് വരച്ചതല്ലേ? ഇതും ഗിഫ്റ്റാണ്. പിന്നെ ഞാനൊരു സാധനം തൂക്കി വെച്ചിട്ടുണ്ട്. അതൊരു ആന്റി എനിക്ക് തന്നതാണ്. തുന്നിയിട്ടുണ്ടാക്കി തന്നത്. ഇതേമാതിരി ഫേസ് ഉണ്ടാക്കി തുന്നിയിട്ട്. റിച്ചു, നമ്മൾ ഈ ബർത്ത്ഡേ പറഞ്ഞപ്പോഴേ ഗിഫ്റ്റ് പറഞ്ഞല്ലോ, നമ്മൾ ചിത്ര ചിന്ത തന്നല്ലോ. അത് പറയാൻ പോകുന്നില്ലല്ലോ. ചിത്ര അമ്മമ്മ എന്നെ വിളിക്കാൻ പറഞ്ഞത്. ചിത്ര അമ്മമ്മ എനിക്ക് അമ്മ വിളിക്കാൻ പറഞ്ഞു. ചിത്രാമ്മമ്മ അമ്മമ്മ എന്ന് വിളിക്കാൻ പറഞ്ഞു. ചിത്രാമ്മ എനിക്കൊരു ലാപ്ടോപ്പ് തന്നു. അത് പിന്നെ അതാണ് എൻ്റെ സെക്കൻഡ് മെയിൻ പറയണ്ടേ. മെയിനിൽ ഗിഫ്റ്റിലൊക്കെ പറയാനുള്ള ഏറ്റവും ഉപയോഗമായിട്ടുള്ള ചിത്രാമ്മ തന്നതിനുണ്ട്. അപ്പോൾ ചിത്ര അമ്മ ഗിഫ്റ്റ് നേരിട്ടാണോ തന്നെ അതോ? അല്ലല്ല, ചിത്രാമ്മേനെ കണ്ടിട്ടില്ല, അയച്ചതാ. എന്തെങ്കിലും അതിൽ മെസ്സേജ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ? എനിക്കൊരു വീഡിയോ ഡയറക്റ്റ് അയച്ചു തന്നു. ഇങ്ങനെ വിഷ് പറഞ്ഞിട്ടൊരു വീഡിയോ. വിഷല്ല, എനിക്കൊരു ലാപ്ടോപ്പ് അന്നപ്പോഴാണ് എന്നോട് പറഞ്ഞത് എന്നെ ചിത്ര ആന്റി എന്ന് വിളിക്കാൻ, ചിത്ര അമ്മമ്മ എന്ന് വിളിച്ചാൽ മതി. അപ്പോൾ അമ്മനെ കാണുന്ന ആഗ്രഹമില്ലേ? കാണണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. ഫോണൊക്കെ ചെയ്തിട്ടുണ്ടോ? കോൾ ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. അപ്പോൾ എന്താ പറയാ? അന്നപ്പോഴാണ് എന്നോട് പറഞ്ഞതല്ലോ, പറഞ്ഞില്ല. അപ്പൊ ചിത്രാമ്മ അങ്ങനെ വിളിക്കണം. വേറെ എന്തെങ്കിലും സംസാരിക്കുന്നത്? വേറെ എന്തെങ്കിലും സംസാരിക്കാറുണ്ടോ? ഓൾ ദി ബെസ്റ്റ് ഒക്കെ പറയാറുണ്ട്. അത്രയ്ക്കേ ഉള്ളൂ. പിന്നെ നേരിട്ട് കാണണമെന്ന് ആഗ്രഹമുണ്ട്. നേരിട്ട് കാണാൻ ആഗ്രഹമുണ്ട്. ഓക്കെ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു മറ്റേ സിനിമയിൽ പാട്ട് പാടി എന്ന് പറഞ്ഞല്ലേ? അപ്പോൾ പാടിയപ്പോൾ ആ മ്യൂസിക് ഡയറക്ടറിനോട് അവരെന്താ പറഞ്ഞേ പാട്ട് പാടിയ ശേഷം? ഔസഫജൻ സാറ് ഫുൾ അടിപൊളിയായിരുന്നു. ഫുള്ള് സപ്പോർട്ടൊക്കെ പാടിയ സമയത്ത്. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ അങ്ങനെ ഡാൻസ് കളിപ്പിച്ചൊക്കെ പാടിപ്പിച്ചിട്ടുണ്ട്. പാട്ട് മെലഡി ആയിരുന്നു, ഫാസ്റ്റ് ആയിരുന്നു? അങ്ങനെയല്ല, കുറച്ച് മെലഡി ഉണ്ട്. പിന്നെ ബാക്കി ഇങ്ങനെയൊക്കെ പറയില്ലേ, ഒരു കളിയാക്കി ഇങ്ങനെ പറയൂലേ, എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പാ. അങ്ങനത്തെ ഒരു ടൈപ്പ്. പിന്നെ ഒരു ഫാസ്റ്റ് നമ്പറും പിന്നെ കുറച്ച് മെലഡി ഒക്കെ ആയിട്ടുള്ള ഒരു അടിപൊളി സോങ്ങാണ്. ഓക്കെ. മറ്റേ സിനിമയിൽ പാടിയിൽ റിലീസ് ആയല്ലോ ഒരു പാട്ട്. ആ റിലീസായിട്ട് നമ്മുടെ സെലിബ്രിറ്റി സിംഗേഴ്സിൽ ആരെങ്കിലും മെസ്സേജോ വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? റിച്ചു പാട്ട് സൂപ്പർ ആയിട്ടുണ്ട്, അങ്ങനെ ആരെങ്കിലും വിളിച്ചു പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ പറയുകയാണെങ്കിൽ ഇല്ല. തിരക്ക് മെസ്സേജ് ഉണ്ടാവുമല്ലോ. മെസ്സേജ് അല്ല, അല്ലാണ്ട് നമ്മുടെ ഇപ്പോൾ ഇതിൻ്റെ റിലീസിൻ്റെ നമ്മൾ കുറച്ച് സ്ഥലത്തൊക്കെ പോവല്ലോ, അതിനെ അഭിനയിച്ച ആൾക്കാരൊക്കെ അടിപൊളിയായി തന്നത് പറഞ്ഞു.